എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായമായ അർജുന വിഷാദത്തെക്കുറിച്ചാണ്. പേര് പോലെ തന്നെ ഇതിൽ അർജുനൻ്റെ വിഷമതകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം യുദ്ധത്തിനായിട്ട് അർജുനൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികളെയും ഗുരുജനങ്ങളെയും കാണുമ്പോൾ അർജുനൻ ഒരു നിമിഷം തൻ്റെ ആ എടുത്ത തീരുമാനം ഒന്ന് മാറ്റിയിട്ട് പറയുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികളെയും ഗുരുജനങ്ങളെയുമായിട്ട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും കൃഷ്ണ എന്ന് ചോദിക്കും. അങ്ങനെ അമ്പും വില്ലും താഴെ വെച്ചിട്ട് ആൾ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്, നീ ഇപ്പോൾ നിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് യുദ്ധം ചെയ്തേ മതിയാവും. അപ്പം നീ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ ശരിയാവില്ല. നിനക്ക് യുദ്ധം ചെയ്യുക, ധർമ്മത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് നിൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കണ്ട. അപ്പോൾ നീ യുദ്ധത്തിനായിട്ട് റെഡിയാവുക. ദാറ്റ് ഈസ് യുവർ പർപ്പസ്. അതാണ് നിൻ്റെ പർപ്പസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാവുക. അപ്പം ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന കുറേ ലെസൺസ് ഉണ്ട്. അതിൽ 1-ാമത്തെ ലെസനാണ്, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. വേറെ ആരുടെ അഭിപ്രായങ്ങളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. 2-ാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ, അതിപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റേ ആൾക്ക് നല്ലത് വരണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കുറച്ച് കൈൻഡ്നെസ് ആറ്റിറ്റ്യൂഡോട് കൂടി വേണം നമ്മളതൊന്ന് ചെയ്യാൻ. ഇനി 4-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചേഞ്ച് നമ്മൾ കുറച്ച് എംബ്രേസ് ദ ചേഞ്ച്. ദാറ്റ് മീൻസ് നമ്മൾ മാറേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ മാറേണ്ട ചില സമയത്ത് നമുക്ക് മാറ്റം അനിവാര്യമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മാറിയേ പറ്റൂ. ഓക്കെ. അതിൽ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, ഇപ്പോൾ ഓഫീസിലാണെങ്കിലോ അതെ വീട്ടിലാണെങ്കിലോ നമ്മളുടെ പൊസിഷൻ, ഇപ്പോൾ ജോലി കേസിലാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഏതാണ്, ആ പൊസിഷൻ മനസ്സിലാക്കി ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ഏത് റോളാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്, അത് നമ്മൾ ആ ഡ്യൂട്ടി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്ത് തോന്നും അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിന് എന്ത് തോന്നും വിചാരിച്ചിട്ട് നമ്മൾ കാര്യമില്ല. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ